ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പഴയ ലെഗിൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പഴയ ലെഗിൻസ് വെച്ച് നമ്മളിന്ന് പൂക്കളാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ കുറച്ച് വേസ്റ്റ് ക്ലോത്തുകളും എടുത്ത് വെച്ചിട്ടുണ്ട്. പല കളറിലുള്ള ലെഗിൻസ് പാൻറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വേസ്റ്റ് ക്ലോത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പല കളറിലുള്ള ലെഗിൻസ് പാൻറ്റുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേസ്റ്റ് ക്ലോത്തും കൂടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ബോട്ടിലിൻ്റെ അടപ്പുകളാണ്. പിന്നീട് നമുക്കൊരു കാർഡ്ബോർഡ് പീസും കൂടെ വേണം. നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിൽ നമ്മൾ ഫ്ലവറിൻ്റെ ഇതൾ പോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് കാർഡ്ബോർഡ് പീസിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതൾ വെച്ച് വീണ്ടും വരച്ചെടുക്കണം. ഇതളുകളെല്ലാം ഒരേ വലുപ്പത്തിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഇത് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഇതൾ വെച്ച് നമുക്ക് വീണ്ടും വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 5 ഇതളുകൾ കൂടെ കാർഡ്ബോർഡ് പീസിൽ വരച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലൊക്കെയുള്ള പഴയ ലെഗിൻസ് പാൻറ്റുകളെല്ലാം വെച്ച് ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മുഴുവനായും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. കാർഡ്ബോർഡ് പീസിൽ വരച്ചെടുത്തിട്ടുള്ളതെല്ലാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈ ലെഗിൻസ് പാൻറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതളുകളുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസുകൾ നമുക്ക് ഇതിലൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൂലെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെയായിട്ട് നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലത്തെ ഫ്ലവർ നമുക്ക് പഴയ ഷാളുകളൊക്കെ വെച്ച് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ലെഗിൻസ് പാൻറ്റ് ഇല്ല, പഴയ ഷാളുകൾ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കത് ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു ഇതൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതളുകളുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം നമുക്ക് അതുപോലെ ചെയ്തെടുക്കണം. വളരെ സിമ്പിളായി ആർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. ഇതുപോലത്തെ ഫ്ലവർ നമ്മൾ പഴയ ഷാൾ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ ഇതളുകളും ഇതുപോലെ ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അടപ്പിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈർക്കളി വേണം. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്തിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലൊരു പീസാണ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന അടപ്പ് ഇതുപോലെ അതിലേക്കൊന്ന് വെച്ചു കൊടുക്കണം. ഈർക്കളിയും അതിനകത്തേക്ക് വെച്ചു കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ചെയ്തെടുക്കുന്നത് ഫ്ലവറിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെയായിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. പഴയ ലെഗിൻസ് പാൻറ്റും ബോട്ടിലിൻ്റെ അടപ്പും വെച്ച് ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് ഓരോ ഇതളുകളും വെച്ച് കെട്ടിക്കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെക്കേഷനൊക്കെ വരാൻ പോവല്ലേ. അപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ വെക്കേഷൻ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പറയണേ. ഇനിയിപ്പോൾ പഴയ ലെഗിൻസ് പാൻറ്റ് കയ്യിലില്ലാത്തവർ പഴയ ഷാൾ വെച്ച് ചെയ്തെടുത്തോളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയണേ. 4 ഇതളുകൾ ഇതുപോലെ നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തു. അടുത്ത 2 ഇതളുകൾ കൂടെ നമുക്ക് അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മൾ എല്ലാ ഇതളുകളും അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തു. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഇതളുകൾ ചെയ്തെടുത്തതിൻ്റെ ബാക്കിയുള്ള പീസ് വെച്ച് കെട്ടിക്കൊടുക്കണം. ഇവിടെ വെച്ചൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ നമ്മൾ അതിൻ്റെ താഴെ ഒന്ന് ചുറ്റിക്കൊടുത്തു. ഇനി നമുക്കത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. വളരെ എളുപ്പമല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലവറിൻ്റെ താഴെ നമ്മൾ ഇതുപോലെ വെച്ച് കെട്ടിക്കൊടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ ക്ലോത്തിൽ നിന്ന് നമുക്ക് 2 പീസുകൾ കട്ട് ചെയ്തെടുക്കണം.
നമുക്കിത് ഫ്ലവറിൻ്റെ താഴെ ഒന്ന് ചുറ്റി കൊടുക്കണം, പിന്നെ ഫ്ലവറിൻ്റെ തണ്ടിലും ചുറ്റി കൊടുക്കാനുണ്ട്. ഇതുപോലെ 2 പീസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ നല്ലതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫ്ലവറിൻ്റെ താഴെ വണ്ണത്തിൽ വരുന്ന ആ ഭാഗത്ത് ചുറ്റി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ നല്ലതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് ഫ്ലവറിൻ്റെ താഴെ ഒന്ന് ചുറ്റി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വലിച്ച് ചുറ്റി കൊടുക്കണം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ ഫ്ലവറിൻ്റെ താഴെ ചുറ്റി കൊടുത്തു. ഇനി നമുക്ക് അടുത്ത പീസ് തണ്ടിലും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അടുത്ത പീസിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. പല കളറിൽ ഇതുപോലെ ഒരുപാട് പൂക്കളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. പാഴ്വസ്തുക്കൾ മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഫ്ലവറിൻ്റെ തണ്ടിൽ മുഴുവനായും അത് ചുറ്റി കൊടുത്തു. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. വീണ്ടും നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇതളുകൾ ചെയ്തെടുത്തത് പോലെ തന്നെയാണ് നമുക്കിതും ചെയ്തെടുക്കേണ്ടത്. ഗ്രീൻ കളർ ക്ലോത്തിൽ നമ്മളതൊന്ന് കവർ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തത് നമുക്ക് ഫ്ലവറിൻ്റെ തണ്ടിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. നമ്മൾ ഫ്ലവറിൻ്റെ തണ്ടിൽ ഗ്രീൻ കളർ ക്ലോത്ത് ചുറ്റി കൊടുത്തതിന് പകരമായിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുത്താലും മതി. നമ്മളിവിടെ എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്ലോത്ത് വെച്ച് ചുറ്റി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൽ ഇല കെട്ടിക്കൊടുത്തിട്ടുള്ള ഭാഗത്ത് നൂല് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും കൂടി ഒരു ഗ്രീൻ കളർ ക്ലോത്തിൻ്റെ പീസ് ചുറ്റി കൊടുക്കുകയാണ്. ഗ്രീൻ കളർ ക്ലോത്ത് നമ്മുടെ കയ്യിൽ ചെറിയൊരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇല വെച്ച് കൊടുത്തിട്ടുള്ളത്. വലിയ പീസൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 2 ഇലകളൊക്കെ വെച്ച് കൊടുക്കാമായിരുന്നു. അപ്പം നമ്മൾ ഇതുപോലെയാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ഈസിയായി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണിത്. ഇതുപോലെ തന്നെ നമ്മൾ ക്ലോത്ത് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫ്ലവറാണിത്. ഇതിൻ്റെ ഇതളുകളെല്ലാം നമ്മൾ ക്ലോത്ത് വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ കയ്യിൽ വേസ്റ്റ് ക്ലോത്തുകൾ ഉണ്ടെങ്കിലും നമുക്കിതുപോലത്തെ പൂക്കൾ ചെയ്തെടുക്കാം. വേസ്റ്റ് ക്ലോത്തുകളൊക്കെ വെച്ച് വേറെയും ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ വേസ്റ്റ് ക്ലോത്തുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ നമ്മൾ പാഴ്വസ്തുക്കൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ 2 പൂക്കളിൽ നിങ്ങൾക്ക് ലെഗിൻസ് പാൻറ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള പൂവാണോ ഇഷ്ടമായത്, അതോ ക്ലോത്ത് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള പൂവാണോ ഇഷ്ടമായത്? നിങ്ങൾക്കിതിൽ ഏത് ഫ്ലവറാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് എങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണേ. അതോ നിങ്ങൾക്ക് 2 ഫ്ലവറും ഇഷ്ടമായിട്ടില്ല എങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.